ഊട്ടിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നിൽക്കും, കാഴ്ചകൾ കാണും, ഫോട്ടോ എടുക്കും. പക്ഷേ ഈ യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെഞ്ച്മാർട്ട് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. ഊട്ടിയിലേക്ക് പോകുന്നവർ ഒരിക്കലെങ്കിലും എത്തിപ്പെടേണ്ട ഒരു സ്ഥലം. വണ്ടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചായയുടെ നല്ല സുഗന്ധം നമ്മളെ സ്വാഗതം ചെയ്യും. ഗേറ്റിലൂടെ കയറുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് വെറും ഒരു ഷോപ്പല്ല, ശരിക്കും ഒരു അനുഭവമാണ്. അകത്ത് കയറിയാൽ ആദ്യം കാണുന്നത് ബെഞ്ച്മാർട്ട് ടീ ഫാക്ടറിയുടെ കോഫി മ്യൂസിയവും ഫാക്ടറി സെഷനും. പഴയ കാലം മുതൽ ഊട്ടിയിൽ ചായ കൃഷി ഇങ്ങനെ ചായ ഇലകൾ ഇങ്ങനെ പ്രോസസ് ചെയ്ത് നമ്മൾ കുടിക്കുന്ന ചൂട് ചായയായി മാറുന്നു എന്നതെല്ലാം വളരെ ലളിതമായി ഇവിടെ കാണിച്ചു തരും. ഫ്രഷായി എടുത്ത ചായ ഇലകൾ ഉണക്കുന്നതും പൊടിക്കുന്നതും വേർതിരിക്കുന്നതും എല്ലാം നേരിൽ കാണാൻ പറ്റുന്ന ഒരു ലൈവ് അനുഭവമാണിത്. ചായ ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല, ആദ്യമായാണ് ഇങ്ങനെ കാണുന്നത്. അതുമാത്രമല്ല, ഫാക്ടറിയിൽ തന്നെ തയ്യാറാക്കുന്ന ചോക്ലേറ്റുകൾ ചെറിയ കഷ്ണങ്ങളാക്കി സന്ദർശകർക്ക് സൗജന്യമായി കൈമാറുന്നു. പാക്ക് ചെയ്ത പ്രൊഡക്റ്റ് അല്ല, നേരിട്ട് തയ്യാറാക്കിയ ചോക്ലേറ്റിന്റെ ഫ്രഷസും ഗുണമേന്മയും നമ്മൾ അതിൽ തന്നെ അറിയും. അതിനുശേഷം വരുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ടീ ടേസ്റ്റിംഗ് എന്നതാണ്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, മസാല ടീ, ഏലം, ഇഞ്ചി, ചോക്ലേറ്റ്, ഫ്ലേവർ ടീ, ഒരുപാട് വെറൈറ്റികൾ. ഊട്ടിയുടെ തണുപ്പിൽ ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെ ഒരു ലെവൽ തന്നെയാണ്.
അതോടൊപ്പം തന്നെ അവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറി സെഷനും കാണാൻ പറ്റും. ചോക്ലേറ്റ് എങ്ങനെ തയ്യാറാക്കുന്നു, വിവിധ ഫ്ലേവറുകൾ ടേസ്റ്റിംഗ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഭാഗം. പുറത്ത് വലിയ ഷോപ്പുകളും കാണാം. ബെഞ്ച്മാർക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ തയ്യാറാക്കിയ ഫ്രഷ് ടീ പൗഡർ, ഹെർബൽ ടീ, ചോക്ലേറ്റുകൾ, ഗിഫ്റ്റ് പാക്കുകൾ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഓപ്ഷനുകൾ. വിലയും അത്ര കൂടുതലായി തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഊട്ടിയിലേക്ക് വരുന്ന ഏത് യാത്രക്കാരും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. കാഴ്ചയും അറിവും രുചിയും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു യാത്രാനുഭവം. ഊട്ടിയുടെ തണുപ്പും ചായയുടെ ചൂടും ഒരിടത്ത് ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണിത്.